ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യകളിലൊക്കെ കിട്ടുന്ന നമ്മളുടെ പൊട്ടറ്റോ മസാലക്കറിയില്ലേ, അത് തനി നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ പൊട്ടറ്റോ ഒക്കെ മസാലയിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഈ ഒരു കറി അതിൻ്റെ തനി നാടൻ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മസാലക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഇത് കറുത്ത് പോത്തില്ല. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. വെളിച്ചെണ്ണ ഒന്ന് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് പൊട്ടറ്റോ, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പൊട്ടറ്റോ ഇല്ലേ, അത് വെള്ളമൊക്കെ കളഞ്ഞ് വാർത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്കിത് ഈ ഒരു പൊട്ടറ്റോ ഈ ഒരു എണ്ണയിലിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് വറുത്ത് മൂപ്പിച്ചെടുക്കുകയെന്നല്ല ചെയ്തത്. ജസ്റ്റ് നല്ല രീതിയിലൊന്ന് വറുത്ത് വരുമ്പോൾ ഒരു മഞ്ഞ കളറാവും, ഒരു യെല്ലോയിഷ് കളറാവും. ആ ഒരു കളർ വരെ ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, പൊട്ടറ്റോ നല്ല രീതിയിലൊന്ന് വറുത്ത് ഇതേപോലെ വെള്ള കളറൊക്കെ മാറി ഒരു മഞ്ഞ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് കറക്റ്റ് പരുവം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഈ പൊട്ടറ്റോ എല്ലാം ഇങ്ങനെ കോരി മാറ്റാമേ. ഇപ്പം ഞാൻ പൊട്ടറ്റോ എല്ലാം ഒന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എണ്ണയിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ഉള്ള ഫ്രഷ് നാളികേരം ചിരകിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഉള്ള നമ്മുടെ പെരുംജീരകമില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ മുഴുവനെയുള്ള 1 ടീസ്പൂണോളം ഉള്ള കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മുഴുവനെയുള്ള കുരുമുളക് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയാമേ. ഇപ്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ കരിയാതെ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് വറുത്ത് കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് നല്ല രീതിയിലൊന്ന് മാറ്റിയെടുക്കാമേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1/2 ടീസ്പൂണോളം ഉള്ള ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇത്രയും പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ മുഴുവനെ കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ പൊടി ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂണോളം ഉള്ള കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ ഈ ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിതിൻ്റെ നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ പൊടിയെല്ലാം നല്ല രീതിയിലൊന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊടി ഐറ്റംസ് ഇടുമ്പോഴും അതേപോലെ തന്നെ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ചിട്ട് വേണം നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ ഞാനിന്ന് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു വലിയ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലെ സവാള ഇതേപോലെ ഒന്ന് അരിഞ്ഞതും 1 പച്ചമുളക് ഇതേപോലെ 4ആയിട്ടൊന്ന് കീറിയതും കൂടാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷമേ ഞാൻ ആ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, വഴറ്റി ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ സവാള. ആ ടൈമിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം നല്ല രീതിയിലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ആ ടൈമിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ല തേങ്ങ, അത് ഞാൻ നല്ല രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇനി ഇതിലിട്ട് ഈ മസാലയൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി കണ്ടോ, ഇതേപോലെ വഴണ്ട് കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി സൈഡിൽ നിന്നൊക്കെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ടൈമുണ്ടല്ലോ, ആ ടൈമിലേക്ക് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ.
ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ തിക്കായിട്ടാണ് തോന്നുന്നെങ്കിൽ ഞാനിപ്പോൾ ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ആ മിക്സ്ഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് നല്ല രീതിയിൽ തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മളുടെ ആ ഒരു മസാല കിടന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു പൊട്ടറ്റോ ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 6-7 മിനിറ്റ് ആവും ഇത് നല്ല രീതിയിലൊന്ന് കുക്കായി നല്ല രീതിയിലൊന്ന് പറ്റി വരണം. അതുവരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാമേ. അപ്പോൾ ഇവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ലോണം വറ്റി കളറൊക്കെ ചേഞ്ചായി നല്ല അടിപൊളി ടേസ്റ്റിലും അതേപോലെ തന്നെ ആ ഒരു ടെക്സ്ചറിലും ഒക്കെ ആയിട്ടുണ്ട് ആ ഒരു മസാലക്കറി. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ ഇതിലേക്ക്